ടെലിവിഷൻ താരം കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയായി. ആലുവയിലെ വീട്ടിൽ പൊതുദർശനമുണ്ട്. ഇന്നലെ രാത്രി ജീവനക്കാർ വിളിച്ചതിനെ തുടർന്ന് ഹോട്ടലിലെത്തുമ്പോൾ നിലത്ത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നവാസ് എന്ന് പ്രകമ്പനം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ശശി പൊതുവാൾ പറഞ്ഞു. ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ ശരീരം തണുത്തിരുന്നുവെന്നും ശശി പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഒരു 8:45 അതിൻ്റെ ഓണർ അതുപോലെ വിളിച്ചിട്ട് സാറെ പെട്ടെന്ന് ഓടി വരണം, ഇദ്ദേഹം റൂമിൽ വീണ് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ബെഡിൻ്റെ താഴെ ആൾ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ വിളിച്ചു, എന്താണ് അറിയില്ല. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി നോക്കും നവാസെന്ന് വിളിച്ചിട്ട് അനങ്ങളില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി നെഞ്ചത്ത് പ്രസ് ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ ഈ നെഞ്ചത്ത് പ്രസ് ചെയ്യുന്നത് 2-3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് ആംബുലൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ അടുത്തുള്ളൊരു ടാറ്റ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5 മിനിറ്റ് നോക്കുമ്പോഴേക്കും ഡോക്ടർ എടുത്ത് പറഞ്ഞു ആൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെയാണ് സംസ്കാരം നടക്കുന്നത്. ഇപ്പോഴത്തെ വിശദാംശങ്ങൾ സൈഫുന്നിസ അലിയാരോട് ചോദിച്ചു മനസ്സിലാക്കാം. സൈഫുന്നിസ, പൊതുദർശനം നടക്കുകയാണോ ഇപ്പോൾ? മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവരൊക്കെ വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു മരണവാർത്തയെ സ്വീകരിച്ചത്. അതിൽ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ? അതുപോലെ സംസ്കാരം എപ്പോഴാണ്? സംഗീത, അല്പസമയം മുൻപാണ് ആലുവ 4 മൈലിലെ വീട്ടിലേക്ക് കലാഭവൻ നവാസിന്റെ മൃതദേഹം എത്തിച്ചത്. വീട്ടുകാർക്ക് കാണുവാനായി പ്രത്യേകം ഒരു അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. മാധ്യമങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല. 4 മണി മുതൽ ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് പൊതുദർശനം. ഇവിടെ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ മറ്റ് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള, അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി. 6:30 വൈകിട്ടുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം 6:30 സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 8:45 അബോധാവസ്ഥയിൽ കലാഭവൻ നവാസിനെ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ നവാസ് ഒരു പരിചയമുള്ള ഡോക്ടറെ വിളിച്ച് നെഞ്ചെരിച്ചിലുണ്ട് എന്നും പറയുകയും ചെയ്തിരുന്നു. വേഗം തന്നെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ നാളെ വന്നോളാം എന്നാണ് ഈ ഡോക്ടറോട് പറഞ്ഞതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഹൃദയാഘാതം തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ സംസാരിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ശശി പൊതുവാളിൻ്റെ പ്രതികരണവും അതുപോലെ തന്നെയായിരുന്നു. കാരണം കുളിക്കാനായി പോകുന്ന രീതിയിലായിരുന്നു ഈ മൃതദേഹം നിലത്ത് കിടന്നിരുന്നത്. വാതിൽ തുറന്നിട്ടുണ്ട്. അതായത് ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വാതിൽ തുറന്നതുകൊണ്ടാണ് ഈ ജീവനക്കാർക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ സാധിച്ചതെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഫാൻ കറങ്ങുന്നത് കണ്ട് മുറി പരിശോധിച്ചപ്പോഴാണ് കലാഭവൻ നവാസ് അവിടെ വീണ് കിടക്കുന്നത് കണ്ടത്. എന്തായാലും രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഹരിശ്രീ അശോകൻ, കലാഭവൻ ഷാജോൺ, കോട്ടയം നസീർ, ഹരിശ്രീ തുടങ്ങിയവരെല്ലാവരും തന്നെ അവിടെ എത്തിയിരുന്നു. അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ മൃതദേഹം ആലുവയിലെ വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ്. സംഗീത. ശരി സൈഫുന്നിസ, എന്താണെങ്കിലും കലാലോകം വിട നൽകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന്. സൈഫുന്നിസ അലിയാരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.